ഹലോ, ഇന്ന് ഞാൻ നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ്. ശരിക്കും നമ്മുടെ വിതുരക്കാർക്കും ഉണ്ട് ഒരു മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാം. അപ്പൊ പോകുന്ന വഴി എനിക്ക് വിതുരയിലെ വർക്ക്ഷോപ്പിൽ ഒന്ന് കയറാറുണ്ട്. അങ്ങനെ കുഞ്ചുവിന്റെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ വിതുര കലങ് ജംഗ്ഷനിൽ ഇറാനിയുടെ അടുത്തുള്ള പ്രവീൺ ചേട്ടന്റെ കടയിലാണ് നമ്മളെ വണ്ടി കൊടുത്തത്. നമ്മളെ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളെ പ്രവീണനെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോ ശരിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പുടിയക്കാലയിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ദുർഘടനമായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ട്രിവാൻഡ്രം സിറ്റിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാറി പേപ്പാറ ഡാമിന് അടുത്താണ് പുടിയക്കാല സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 കിലോമീറ്ററോളം വനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇവിടേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. നമുക്ക് ശരിക്കും ഫാമിലിയായി ഫ്രണ്ട്സുമായി ഇവിടെ വന്ന് സമയം ചെലവഴിക്കാം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇവിടെ വരുന്നവർ കഴിക്കാൻ ആഹാരവും കയ്യിൽ വെള്ളവും കരുതണം. പിന്നെ ഇവിടെ വരുന്നവർ തികച്ചും സുരക്ഷിതമായി നിൽക്കുക, കാരണം ഇവിടെ വന്യജീവികൾ ഒരുപാടുള്ള സ്ഥലമാണ്. പണ്ട് മഴക്കാലത്ത് ഞാൻ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അങ്ങോട്ടാണ് ഞാനിപ്പോ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ പണ്ട് പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇപ്പൊ മഴ പെയ്തിട്ട് കുറെ ആയതുകൊണ്ട് നല്ല വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു സ്ഥിതി. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ വണ്ടി ഒരു സൈഡ് ഇട്ടിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ നടക്കുന്ന വഴിയും ശരിക്കും 2 സൈഡും നല്ല വനമാണ്. അങ്ങനെ നമ്മുടെ വനത്തിന്റെ ഇടയിൽ കൂടെ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു വ്യൂ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം, ഇവിടെ ഫുൾ ആദ്യം വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളമൊന്നും ഇല്ല, കാരണം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഫുൾ വറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇവിടെ എല്ലാം നല്ല പച്ചപ്പായിരുന്നു. ഇവിടെ ശരിക്കും മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇവിടെ നിന്നാണ് പേപ്പാറ ഡാമിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഫുള്ള് വറ്റി കിടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാനും എന്റെ ഫ്രണ്ടും ഒരുപാട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ മീൻ പിടിക്കാൻ പോകുന്നത് കണ്ടായിരുന്നു. ശരിക്കും വെള്ളം വറ്റി കിടക്കുന്നതുകൊണ്ട് ഒരുപാട് മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയുടെ ശബ്ദം കേട്ട പോലെ തോന്നിയായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാനും എന്റെ ഫ്രണ്ടും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തന്നെ ആയിരിക്കും ആനയുടെ ഡിന്നർ. ആ സമയത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ചേട്ടന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ചേട്ടാ ഇനി അധിക നേരം നിൽക്കണ്ട, കാരണം സമയം 4 മണിയോടെ അടുത്തായിരുന്നു. ഈ സമയത്ത് ആന ഇറങ്ങുമെന്ന് പറഞ്ഞേ. അവിടെ നിന്നപ്പോൾ തന്നെ അധികം ഫ്രഷ് അല്ലാത്ത എന്നാൽ ഒട്ടും പഴക്കമില്ലാത്തതുമായ ആനപ്പിണ്ടവും പിന്നെ കാട്ടുപോത്തിൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്നതായ കാൽപ്പാടുകളും ഇവിടെ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞേ. പിന്നെ ഞാനും ഫ്രണ്ടും ഒട്ടും അധികം നിന്നില്ല. അപ്പൊ തന്നെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. പേടിച്ചിട്ടൊന്നുമല്ല, ചെറിയൊരു ഭയം. എന്തായാലും എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ. ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നല്ല ശുദ്ധവായും കിട്ടിയേ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.